ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ചാവർകോട് എന്ന സ്ഥലത്ത് വളരെ പേരും പ്രസിദ്ധിയും ഉള്ള ഒരു ഭവനത്തിൽ ഒരിക്കൽ ഗുരുദേവൻ ആഗതനായ സമയത്ത് അവിടുത്തെ ഗ്രഹനാഥൻ സ്വാമിയോട് അങ്ങ് ഇന്നിവിടെ താമസിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വാമി അത് സമ്മതിക്കുകയും ചെയ്തു. ഗുരുദേവന് ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രകടമാകാനും പ്രത്യക്ഷമാകാനും മറ്റും കഴിവുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് ഇതൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് ഗ്രഹനാഥന് തോന്നി. അയാൾ ഗുരുദേവൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ആ മുറിയുടെ വാതിൽ ഭദ്രമായി അടച്ചതിന് ശേഷം വാതിൽക്കൽ തന്നെ കിടക്കുകയും ചെയ്തു. അതായത് അയാൾ അറിയാതെ അപ്പോൾ ഗുരുദേവന് പുറത്ത് പോകാൻ സാധ്യമല്ല. അയാൾ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. നേരം പുലർന്നപ്പോൾ അയാൾ ഉണർന്നു നോക്കി. വാതിൽ അടഞ്ഞ തന്നെ കിടക്കുന്നു. മെല്ലെ വാതിൽ തുറന്ന് മുറിയുടെ ഉള്ളിലേക്ക് നോക്കി. മുറി ശൂന്യം. ഗുരുദേവൻ അവിടെ ഇല്ല. ഗുരുദേവൻ എങ്ങനെ പുറത്തു പോയി? എപ്പോൾ പോയി? ഉത്തരമില്ല. ഒരു ദിവസം പുലിവാതിക്കൽ വീട്ടിലെ വേലായുധൻ എന്ന യുവാവിനെ അടുത്തുള്ള വീട്ടിലെ ഒരു നായർ യുവാവ് വിളിച്ചിട്ട്, ഇന്ന് ശുചീന്ദ്രത്തെ ഉത്സവമാണ്, ഞാൻ പോകുന്നുണ്ട്, നിങ്ങൾ പോരുന്നോ എന്ന് ചോദിച്ചു. വേലായുധൻ പറഞ്ഞു, ഇന്ന് വരാൻ പറ്റില്ലല്ലോ, ഇന്ന് വീട്ടിൽ പുരാണ പാരായണം നടക്കുന്നുണ്ട്, നാണഗുരുസ്വാമിയും വരുന്നുണ്ട്. അയൽക്കാരനായ സുഹൃത്ത് വേലായുധനെ കൂടാതെ തനിച്ച് ശുചീന്ദ്രത്തിന് പോവുകയും ചെയ്തു. അന്ന് രാത്രി പുലിവാതിക്കൽ വേലായുധൻ്റെ വീട്ടിൽ ഗുരുദേവൻ ചെല്ലുകയും അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പുരാണപാരായണം നടക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ശുചീന്ദ്രത്തിന് പോയ സുഹൃത്ത് വേലായുധനെ കണ്ടപ്പോൾ, നിങ്ങൾ ഇന്നലെ നാണുഗുരു ഇവിടെ വരുമെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അല്ലല്ലോ, നാണുഗുരുസ്വാമി ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നല്ലോ എന്ന് വേലായുധൻ പറഞ്ഞു. അപ്പോൾ സുഹൃത്ത്, അതെങ്ങനെ സംഭവിക്കും? ഇന്നലെ രാത്രി അദ്ദേഹം ശുചീന്ദ്രത്തുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തിന് 2 കപ്പപ്പഴം വാങ്ങി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഈ സംഭാഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്തു നിന്നിരുന്ന സുഹൃത്തിൻ്റെ അനന്തരവൻ പറഞ്ഞു, ഇന്നലെ നാണുഗുരുസ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പച്ചക്കറിത്തോട്ടത്തിൽ നിന്നപ്പോൾ അവിടെ വന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു വെള്ളരിക്ക കൊടുക്കുകയും ചെയ്തു. ഇതും കൂടി കേട്ടപ്പോൾ മൊത്തം സംശയമായി. വേലായുധൻ കഴിഞ്ഞ ദിവസം പുരാണപാരായണം നടന്ന മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഗുരുദേവൻ ഇരുന്ന കസേരയ്ക്കടുത്ത് പഴത്തൊലി കിടക്കുന്നത് കണ്ടു. അദ്ദേഹം ഓർമ്മിച്ചു, ഇന്നലെ പാരായണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് സ്വാമി പഴം തിന്നുന്നതായി കണ്ടിരുന്നു. ഇവിടെ ആരും അദ്ദേഹത്തിന് പഴം കൊടുത്തിട്ടുമില്ലായിരുന്നു. പിന്നീടൊരിക്കൽ അവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന നാളിൽ ഗുരുദേവൻ അവിടെ അടുത്തുള്ള ഒരു ഭവനത്തിൽ വന്നതായി അറിഞ്ഞു. വേലായുധൻ ഈ അവസരത്തിൽ ഗുരുദേവൻ്റെ ശക്തിയൊന്ന് പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു. അദ്ദേഹം മറ്റുള്ളവരെയും കൂട്ടി ക്ഷേത്രത്തിൽ ഗുരുദേവനിരിക്കാൻ ഒരു കസേര ഒരുക്കി വച്ചു. പിന്നീട് ഗുരുദേവനിരിക്കുന്ന വീട്ടിൽ ചെന്ന് ഗുരുദേവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, അങ്ങ് അത് സാധിച്ചു തരണം. ഞങ്ങൾ അങ്ങയെ ഈ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം ക്ഷേത്രത്തിൽ ചെന്ന് നോക്കുമ്പോൾ
അങ്ങയെ അവിടെ കാണണം. ഇത് കേട്ട ഗുരുദേവൻ, നമുക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് പറഞ്ഞു. വേലായുധനും കൂട്ടരും ഗുരുദേവൻ ഇരുന്ന മുറി പുറത്തു നിന്ന് താഴെയിട്ട് പൂട്ടിയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർ ഒരുക്കി വച്ചിരുന്ന കസേരയിൽ സുസ്മീരവദനായി ഗുരുദേവൻ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.